ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. ലിസൺ കെയർഫുള്ളി. എ കാർ ഓഫ് മാസ് 1000 kilo സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് അറ്റ് t is equal to 0. അപ്പോൾ ടൈം 0യിൽ നിന്നാണ് ഒബ്ജക്റ്റ് കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് മോഷൻ. ആൻഡ് ഇറ്റ് അണ്ടർഗോസ് ആക്സിലറേഷൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. സോ നന്നായിട്ട് അതൊന്ന് മനസ്സിലാക്കുക. എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡ്രോ ദ കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരയ്ക്കണം. സോ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് വെലോസിറ്റി വാല്യൂസ് അറിയാമോ? ഇല്ല. അപ്പോൾ ഓരോ പോയിന്റിലും ഓരോ ടൈമിലും ഉള്ള കറസ്പോണ്ടിങ് വെലോസിറ്റി നമ്മൾ ആക്സിലറേഷൻ്റെ വാല്യൂ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയ ഒരു പോസിറ്റീവ് ആക്സിസ് എടുക്കുവാണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ +3 ആണ്. ആക്സിലറേഷൻ ഇക്വേഷൻ നമുക്കറിയാം A is equal to v/t, അതായത് വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടൈം t 1 സെക്കൻഡ് വരുമ്പോൾ what will be the corresponding velocity? അതായത് velocity v at time 1 second എന്തായിരിക്കും? It will be equal to a into t. അല്ല, a നമുക്കറിയാം 3 ആണ്, ടൈം 1 ആണ്. So we will get it as 1 meter per second. അങ്ങനെയാണെങ്കിൽ what will be the velocity at time t is equal to 2? At time t is equal to 2 സെക്കൻഡ് വരുമ്പോഴുള്ള വെലോസിറ്റി എന്തായിരിക്കും? ആക്സിലറേഷൻ 3 ആണ്, ടൈം 2 ആണ്. അപ്പോൾ 3 into 2. So we will get it as 6 meter per second. രണ്ട് ആക്സിലറേഷൻ. നമുക്കൊരു വാല്യൂ കൂടി നോക്കാം. വെലോസിറ്റി അറ്റ് t is equal to 4 സെക്കൻഡ്. എന്താണ് നോക്കിക്കേ. ഇതാണ് 4 സെക്കൻഡ് വരുമ്പോൾ പോയിന്റ് എന്ന് പറയുന്നത്. സോ അവിടെ ആക്സിലറേഷൻ്റെ വാല്യൂ 0 ആണ് അല്ലേ. സോ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? 4 into, അതായത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് 3 ആണ്, ആക്സിലറേഷൻ്റെ വാല്യൂ 0 ആണ്. ഇവിടെ ആക്സിലറേഷൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങൾ ആ ഒരു ഗ്രാഫ് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ 0 into ടൈം എന്ന് പറയുന്നത് എന്താണ്? 4 സെക്കൻഡ്. സോ 0 meter per second. സോ ഈ വാല്യൂസ് ഇപ്പം നമുക്ക് 3 വെലോസിറ്റിയുടെ വാല്യൂസ് കിട്ടി. അതിൻ്റെ കറസ്പോണ്ടിങ് ടൈം നമുക്കറിയാം അല്ലേ. സോ അതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. നോക്കിക്കേ, ഇതാണ് ഗ്രാഫ്. വെലോസിറ്റി നമുക്ക് എവിടെ എടുക്കാം? മീറ്റർ പെർ സെക്കൻഡുള്ള വെലോസിറ്റി y ആക്സിസിലും ടൈം സെക്കൻഡിൽ മെഷർ ചെയ്യുന്നത് നമ്മൾ x ആക്സിസിലും എടുക്കുന്നു. ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ആണ്. ദെൻ വി ഹാവ് 1 2 3 4 5 സെക്കൻഡ്സ് നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് എന്ത് കാണാം? 1 2 3 4 5 അങ്ങനെ പോയിന്റ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് പോയിന്റിൽ 0 0 ആണ്. പിന്നെ നമ്മൾ എന്താ കിട്ടിയേ? വെലോസിറ്റി 1 വരുമ്പോൾ ടൈമും 1 ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാ? 1 1 എന്ന് മാർക്ക് ചെയ്യണം. അത് ഇവിടെ വരും. അതുപോലെ അടുത്തൊരു പോയിന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ആ പോയിന്റ്സ് വെച്ചിട്ടാണ് ഗ്രാഫിലേക്ക് എത്തുന്നത് അല്ലേ. അടുത്ത് രണ്ടാമത് നമ്മൾ കാണുന്നത് ടൈം 2 ആണെങ്കിൽ വെലോസിറ്റി 6 ആയിരിക്കും. ടൈം 2 എന്ന് പറയുമ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? 6 ആയിരിക്കും. ആ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ കിട്ടിയ വാല്യൂ വെലോസിറ്റി ടൈം 4 സെക്കൻഡ് ആകുമ്പോൾ വെലോസിറ്റി 0 ആണ്. ടൈം 4 ആവുമ്പോൾ വെലോസിറ്റി 0 ആണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ പോയിന്റ്. സോ ഈ പോയിന്റ്സ് എല്ലാം കൂടി നമ്മൾ ഇങ്ങനെ യോജിപ്പിക്കുക അല്ലേ. യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് എങ്ങനത്തെ ഗ്രാഫാണ് കിട്ടുന്നത്? ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പിലാണ് നമുക്കൊരു ഗ്രാഫ് വരാൻ പോകുന്നത്. ഈ ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിന്റെ ആക്സിസ് ഒക്കെയാണ് നമ്മൾ ഈ മാർക്ക് ചെയ്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സോ ട്രയാങ്കിൾ മാത്രം കാണിച്ചാലും മതി. അങ്ങനെയാണ് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഒരു സബ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. വാട്ട് ഈസ് ദ റിട്ടാർഡിംഗ് ഫോഴ്സ്? അതായത് റിട്ടാർഡേഷൻ അല്ലെ, അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയാം. റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ആവുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടാർഡിംഗ് ഫോഴ്സിന് ആക്ടിങ് ഓൺ ദ കാർ. അപ്പോൾ റിട്ടാർഡിംഗ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -3 meter per second square ആണ്. റിട്ടാർഡിംഗ് ഫോഴ്സ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെച്ച് F is equal to ma എന്ന് നമുക്കറിയാം. ശരിയല്ലേ? അപ്പോൾ നമുക്കിതൊന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടാൻ പോകുന്നത്? F is equal to, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ കണ്ടു കാറിന്റെ മാസ് എന്ന് പറയുന്നത് 1000 കിലോയാണ്.
സോ 1000 ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണ്? -3 ആണ് അല്ലേ? സോ വി വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് റിട്ടാർഡിംഗ് ഫോഴ്സ് ആസ് -3000 ന്യൂട്ടൺ. സോ ഈ നെഗറ്റീവ് എന്ന് പറയുന്ന വാല്യൂ എന്തിനാ കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ കാർ ഇസ് ഓപ്പോസ് ടു ദാറ്റ് ഓഫ് ഗ്രാവിറ്റി. ക്ലിയർ അല്ലേ? മൂവിങ് ടു ദ തേർഡ് സബ് ക്വസ്റ്റ്യൻ. നമ്മൾ ആ ഗ്രാഫ് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവൽ t is equal to 0 to t is equal to 4 seconds. അപ്പോൾ നമുക്ക് ആ ഗ്രാഫ് ഒന്ന് നോക്കാം. t is equal to 0 തൊട്ട് 4 വരെയുള്ള ഈ ഒരു നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് എന്ത് തരും? ഏരിയ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് അല്ലെ, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് മാത്രം അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് വേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. S is equal to എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇവിടെ നമ്മളെ ട്രയാങ്കിളിന്റെ ഷേപ്പിലാണ് കിട്ടുന്നത്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് എടുക്കാം അല്ലെ. സോ നമുക്കറിയാം ഹാഫ് BH ആണ് അതിന്റെ ഫോർമുല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് നോക്കിക്കേ. ഹാഫ് ഓഫ് ബേസ് നമുക്കറിയാം 4 ആണ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ ഹാഫ് ഓഫ് 4 into 6. സോ കട്ട് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് കിട്ടും അല്ലെ. 12 meters. സോ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ഡ്യൂറിംഗ് t is equal to 0 to t is equal to 4 seconds എന്ന് പറയുന്നതിന്റെ ആൻസർ ആണ് എന്ത്? 12 meters. 12 meters ആയിരിക്കും ആ ഒരു കാറ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം. ബാബു ഒബ്സർവ്ഡ് ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് ഡിഫറെന്റ് ഇന്റർവെൽസ് ഓഫ് ടൈം ആൻഡ് ഹി മെയ്ഡ് എ ടേബിൾ ഫോർ ദിസ്. നമുക്ക് ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടൈമും തന്നിട്ടുണ്ട്, വെലോസിറ്റീസ് തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ടൈം ആൻഡ് വെലോസിറ്റീസ് ആണ് നമുക്ക് ഈ ഒരു ടേബിളിൽ കാണുന്നത് അല്ലേ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്ലോട്ട് എ വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസിങ് ദിസ് ഡാറ്റ. വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. ഇത് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം, കാരണം അത് കൃത്യമായിട്ട് വെലോസിറ്റി ടൈം തന്നിട്ടുണ്ട്. ആ വാല്യൂസ് പ്ലോട്ട് ചെയ്ത് ഗ്രാഫ് വരയ്ക്കണം അല്ലേ. സോ ആദ്യമേ എന്ത് ചെയ്യുക? വെലോസിറ്റി നമ്മൾ y ആക്സിസിൽ എടുക്കുക. അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. ടൈം സെക്കൻഡിലാണ് എക്സ് ആക്സിസിൽ മെഷർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഓരോ വാല്യൂസ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഓൾറെഡി ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ കിട്ടുന്നത് നോക്കാം. ടൈം 0 വരുമ്പോൾ വെലോസിറ്റി 0 ആണല്ലോ. സോ ഇതായിരിക്കും ഫസ്റ്റ് പോയിന്റ് വരുന്നത്. ദെൻ നമ്മൾ കാണുന്ന നോക്കിക്കേ, വെലോസിറ്റി 10 വരുമ്പോൾ ടൈം 2 ആണ് അല്ലേ. സോ ആ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അടുത്തത് വെലോസിറ്റി 4 ആണെങ്കിൽ ടൈം 4 വരുമ്പോൾ വെലോസിറ്റി എത്രയാണ്? 20 ആണ്. സോ അത് മാർക്ക് ചെയ്യണം. 4ൽ നിന്ന് വാല്യൂ എത്രയാണ്? 20 ആണ്. സോ ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് വന്നു? ഈ ഒരു സൈഡ് നമുക്ക് കിട്ടും ഗ്രാഫിന്റെ. അടുത്ത പോയിന്റ് നമ്മൾ വീണ്ടും നോക്കുക. 6 വരുമ്പോൾ 0 ആണ് അല്ലേ. ടൈം 6 വരുമ്പോൾ 0 ആണ്. അത് മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ഗ്രാഫിന്റെ ഒരു പോർഷൻ കിട്ടും. ഒരു ട്രയാങ്കിൾ പോലെ വീണ്ടും വന്നു. ദെൻ അടുത്ത പോയിന്റ് എന്ത് ചെയ്യണം? 6 0 നമ്മൾ മാർക്ക് ചെയ്തു. അടുത്തത് 8 ടൈം വരുമ്പോൾ -20 ആണ് വരുന്നത് അല്ലേ. 8 - 20. 8 വരുമ്പോൾ -20യിലേക്കാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ കിട്ടും? വീണ്ടും ആ ഒരു ഗ്രാഫിന്റെ ലൈൻസ് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ആൻഡ് ദ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ടൈം 10 വരുമ്പോൾ 0 ആണ് വെലോസിറ്റി. ടൈം 10 വരുമ്പോൾ വെലോസിറ്റി 0. എഗെയിൻ അതുകൂടെ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുക. സോ നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും ഗ്രാഫ് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതില് 4 സ്മോൾ ട്രയാങ്കിൾസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ 2 ബിഗ് ട്രയാങ്കിൾസ് വെച്ച് നമുക്കിവിടെ കാണാം. അതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇങ്ങനെയാണ് നമ്മൾ വരക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആ പോയിന്റ്സ് മാർക്ക് ചെയ്തതിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്കത് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മിസ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ കാണുന്നത് എന്താണ്? ഈ ഒരു ഗ്രാഫിൽ നിന്നും we have to determine the acceleration of the particle between 4 and 8 seconds. 4 to 8 സെക്കൻഡിൽ ഇടയിൽ വരുന്ന ആക്സിലറേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 4 to 8 സെക്കൻഡ് ഈ ഒരു ടൈം ഇന്റർവെല്ലിൽ അവിടെ ഉണ്ടായ ആക്സിലറേഷൻ എന്താ, ചേഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കാം.
അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറയുന്നത് is equal to delta v by delta t, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു 4 to 8 ടൈം മാറുമ്പോൾ, സെക്കൻഡിലേക്ക് മാറുമ്പോൾ നമുക്ക് അതിൻ്റെ വെലോസിറ്റിയെ v2 മൈനസ് v1 എന്ന് എടുക്കാം. ആ ടൈം ഇൻ്റർവെൽ മാറിയത് t2 മൈനസ് t1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ വാല്യൂ 4 to 8 സെക്കൻഡ്. ആ 4ലുള്ള വെലോസിറ്റി 20 ആണ്, 8ലുള്ളത് -20 ആണ് അല്ലേ? സോ നമുക്കതൊന്ന് ഇക്വേറ്റ് ചെയ്യാം. -20 മൈനസ് v1 എന്ന് പറഞ്ഞാൽ 20 ആണ്, ഡിവൈഡഡ് ബൈ 8 മൈനസ് 4. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ -20 സെയിം സൈൻ ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ 40 കിട്ടും, അതേ സൈൻ കൊടുക്കുക, ഡിവൈഡ് ബൈ 4. 8 മൈനസ് 4 കിട്ടി. അപ്പോൾ -40/4 എന്ന് വരും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? -10 എന്ന് കിട്ടും അല്ലേ? -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഒരു ക്വസ്റ്റ്യനും കൂടി അതിൻ്റെ ഒപ്പം ഉണ്ട്. Determine the total distance traveled by the particle from time t is equal to 0 second to t is equal to 10 seconds. സ്റ്റാർട്ടിംഗ് ടൈം തൊട്ട് 10 സെക്കൻഡ് വരെ ആ ഒരു പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം ടോട്ടൽ ഏരിയ വിൽ ഗിവ് യു ദ ടോട്ടൽ ഡിസ്റ്റൻസ്. നമുക്ക് ആ VT ഗ്രാഫിലേക്ക് ഒന്ന് പോകാം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്തേ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നമുക്ക് 4 ട്രയാങ്കിളുകൾ ഇവിടെ ഉണ്ട് അല്ലേ? അതെല്ലാം മിസ് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 4 ട്രയാങ്കിളിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ? എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 0 എന്ന് പറഞ്ഞ ടൈമിൽ നിന്നും 10 സെക്കൻഡ് ആകുമ്പോഴേക്കുള്ള ആ ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് അതൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് കണ്ടുപിടിക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഇസ് ഈക്വൽ ടു, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് is equal to area of the 4 triangle ആണ് അല്ലേ? സോ ഹാഫ് ഓഫ് ആ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ബേസും ഹൈറ്റും വേണം. ഈ ഒരു ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ബേസ് എത്രയാണ്? 4 ആണ്. അതിന്റെ ഹൈറ്റ് എത്രയാണ്? ഫസ്റ്റ് ട്രയാങ്കിളിന്റെ കേസ് പറയുമ്പോൾ 4 × 20 എന്ന് വരും. 4 × 20 പ്ലസ് നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിൾ നോക്കാം. ഹാഫ് ഓഫ് എത്രയാണ് വരുന്നത്? രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രയാങ്കിള്. ഇവിടെ ഗ്യാപ്പ് 2 അല്ലേ ഉള്ളൂ. 2 × 20 പ്ലസ് വീണ്ടും മൂന്നാമത്തത് എത്ര തന്നെയാണ്? മൂന്നാമത്തതിൻ്റെയും സെയിം വാല്യൂസ് തന്നെ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? നിങ്ങൾ അത് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. പ്ലസ് ഹാഫ് ഓഫ് 2 × 20 പ്ലസ് ഹാഫ് ഓഫ് 2 × 20 എന്ന് വരും. ഓക്കെ, എല്ലാം കൂടി സോൾവ് ചെയ്യുമ്പോൾ 40 പ്ലസ് 20 പ്ലസ് 20 പ്ലസ് 20 എന്ന് വരും. സോ ഓൾ ടുഗെദർ 40 പ്ലസ് 20 60 പ്ലസ് 40 100 എന്ന് വരും. ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. ഇറ്റ് വിൽ ബി ഇൻ മീറ്റേഴ്സ്. അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? 100 meters ആണ്. അപ്പം എപ്പോഴും ഓർക്കേണ്ടത് എന്താണ്? ഇവിടെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. 4 ചെറിയ ട്രയാങ്കിൾസ് ഉണ്ട്. ഓരോന്നിൻ്റെയും ഏരിയ ടോട്ടലായിട്ട് സമ്മപ്പ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് 100 meters. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കാർ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് ഓഫ് 126 km/h is brought to a stop within a distance of 200 meters. What is the retardation of the car? ഇവിടെ പറയുന്നുണ്ട് ആക്സിലറേഷൻ യൂണിഫോം ആണെന്ന് കൺസിഡർ ചെയ്യാനായിട്ട്. അപ്പോൾ 126 km/h എന്ന് പറയുന്നത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ആണ് അല്ലേ? u ആണ്. സോ അത് km/h ആയതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു മീറ്റർ പെർ സെക്കൻഡ്. സോ 126നെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ബൈ 5/18. സോ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് u ആസ് 35 meter per second.
ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ 35 എന്ന് കൊടുക്കണം. ഇനി വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യുക ചെയ്തിരിക്കുന്നത് അല്ലേ, അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫൈനൽ വെലോസിറ്റി v എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, s is equal to 200 മീറ്റർ. നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? റിട്ടാർഡേഷൻ, അതായത് ആക്സിലറേഷൻ ആണ് വേണ്ടത്. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as അല്ലേ. നമുക്ക് v അറിയാം, u അറിയാം, s അറിയാം. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഫൈനൽ വെലോസിറ്റി 0 ആണല്ലോ. അപ്പോൾ 0 മൈനസ് 35 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു a ഇൻറ്റു 200. അപ്പോൾ നമുക്ക് എന്ത് വരും? 400a ഇസ് ഈക്വൽ, ഞാൻ സൈഡ് മാറ്റി, you will get it as minus 35 square. So acceleration വാല്യൂ എന്താണ്? minus 35 into 35 divided by 400. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഫൈനൽ ആൻസർ എന്തായിരിക്കും? You will get the answer as minus 3.06. ആക്സിലറേഷൻ ആയതുകൊണ്ട് തന്നെ it will be in meter per second square. Okay, acceleration or the retardation will be minus 3.06 meter per second square. ഇവിടെ നെഗറ്റീവ് സൈൻ എന്തിനാണ് കാണിക്കുന്നത്? it shows that the direction is opposite to the velocity അല്ലേ, ഡയറക്ഷൻ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കിതിന്റെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ കാർ ടു സ്റ്റോപ്പ്? എത്ര സമയം കൊണ്ടായിരിക്കും ആ ഒരു കാർ സ്റ്റോപ്പ് ആവുന്നത്? ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ഇവിടെ ടൈം ഇൻവോൾവ് ആണ് അല്ലേ. സോ ഫസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇക്വേഷൻ v is equal to u plus at എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. v is equal to u plus at. ഫൈനൽ വെലോസിറ്റി 0 ആണല്ലോ, ഇനീഷ്യൽ വെലോസിറ്റി 35 ആണ്, പ്ലസ് a നമുക്കിപ്പോൾ കിട്ടി. എത്രയാണ് കിട്ടിയത്? മൈനസ് 3.06 ഇൻറ്റു ടൈം. സോ ഇത് നമ്മൾ സൈഡ് മാറ്റി കൊടുക്കുക. 3.06 ഇൻറ്റു t is equal to 35. So time taken for the car to stop will be equal to 35 divided by 3.06, which is equal to 11.4. 11.4 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ കാറ് സ്റ്റോപ്പ് ആവാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് 3 ഇക്വേഷൻസ് അറിയാം. അപ്പം നമുക്ക് തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഏതാണ്? നമുക്കില്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റി ഏതാണ്? അവർ തമ്മിലുള്ള റിലേഷൻ നമുക്ക് 3 അറിയാം അല്ലേ. അതിന്റെ കറസ്പോണ്ടിങ് റിലേഷൻ സ്യൂട്ടബിൾ ആയ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്താനായിട്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A physical quantity having both direction and magnitude is a vector. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. And if it has only magnitude മാത്രമല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? It is a scalar അല്ലേ. Categorize the following physical quantities into scalars and vectors. നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പോവാണ്. നമുക്ക് 4 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്നും ഏതെല്ലാമാണ് സ്കെയിലർ ക്വാണ്ടിറ്റി എന്നാണ് നമ്മൾ പറയേണ്ടത്. ഫസ്റ്റ് വൺ നോക്കിക്കേ. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഏതാണ്? ഫോഴ്സ് ആണ് അല്ലേ. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആക്സിലറേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫൈഡ് ആണ്. അപ്പോൾ ഡയറക്ഷനും ഉണ്ട് മാഗ്നിറ്റ്യൂഡും ഉള്ളത് കൊണ്ട് തന്നെ ഫോഴ്സിന് നമുക്ക് എന്താന്ന് പറയാം? യെസ്, ഫോഴ്സ് ഇസ് കൺസിഡർഡ് ആസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതൊരു വെക്റ്റർ ആണ്. വാട്ട് അബൌട്ട് ആംഗുലർ മൊമെന്റം? അതുപോലെ മൊമെന്റവും വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇറ്റ് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി, നമുക്ക് അറിയാവുന്നതാണ്. സോ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഇറ്റ് വിൽ ബി എ വെക്റ്റർ. അടുത്ത് നോക്കിക്കേ, ടൈം. ടൈമിൽ നമ്മൾ ഡയറക്ഷൻ പറയുന്നുണ്ടോ? ഇല്ല. ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, ഒരു വാല്യൂ ഉള്ളൂ അല്ലേ. ഇപ്പൊ 2 സെക്കൻഡ് അല്ലെങ്കിൽ 5 മിനിറ്റ്, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ടൈം ഇസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. മൂവിങ് ടു വർക്ക്. വർക്ക് എന്ത് ക്വാണ്ടിറ്റി ആണ്? നമുക്ക് ഇടയ്ക്കെങ്കിലും ഒരു സംശയം തോന്നാൻ ചാൻസ് ഉള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് വർക്ക്. അത് സ്കെയിലർ ആണോ വെക്റ്റർ ആണോ ചിലപ്പോൾ സംശയം തോന്നാം. എന്താണ് വെക്റ്റർ? വെക്റ്റർ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ, മറന്നു പോകരുത്. എന്തുകൊണ്ടാണ് നമ്മൾ വർക്കിനെ സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? ബിക്കോസ് ദ വാല്യൂ ഓഫ് വർക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദ നെറ്റ് ഡിസ്റ്റൻസ് കവേർഡ്. നെറ്റ് ഡിസ്റ്റൻസിനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, റിഗാർഡ്ലെസ് ഓഫ് ദ ഡയറക്ഷൻ. അപ്പൊ അതുകൊണ്ട് ഇനി മറന്നു പോകരുത്,
വർക്ക് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്? ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ യൂസസ് എന്താണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ദ ഏരിയ ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് ചേഞ്ച് ഇൻ വെലോസിറ്റി. നമ്മൾ ഇതിന്റെ കൃത്യമായിട്ട് ഇത് എങ്ങനെയാ വരുന്നത് എന്നുള്ളതിന്റെ ഡെറിവേഷൻ നമ്മൾ കണ്ടായിരുന്നു അല്ലേ? ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? വെലോസിറ്റി ഉണ്ടാവുന്ന ചേഞ്ച് ആണ് കിട്ടുന്നത്. സോ ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് എന്താണ്? ദ ഏരിയ ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വിൽ ഗിവ് യു ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓക്കെ അല്ലേ? സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. ഈ ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നിന്നും നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി ആക്സിലറേഷൻ കണ്ടുപിടിക്കാം അല്ലെ? ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതിനെയാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സോ ബൈ യൂസിങ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് we will get the value of instantaneous acceleration. അടുത്തൊരു യൂസ് എന്ന് പറയുന്നത് അതിന്റെ സ്ലോപ്പ് കൺസിഡർ ചെയ്യണം. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരച്ചു, അതിന്റെ സ്ലോപ്പ് നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് അതിന്റെ വാല്യൂ ആയിട്ട് പറയാൻ പോകുന്നത്? ഇറ്റ് ഗിവ് യു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സിലറേഷൻ, അഥവാ അതിന് നമ്മൾ ജെർക്ക് എന്ന് പറയും അല്ലെ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സിലറേഷൻ ആണ് ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് തരാൻ പോകുന്നത്. സോ ഇത് മൂന്നും ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ യൂസസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. എഗെയിൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഇസ് ഗിവൺ. എനിക്ക് ഒരു ഗ്രാഫ് കാണാം, ടൈമിനനുസരിച്ച് അതിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് പല പോയിന്റ്സ് ഇവിടെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കൂ. എസ്റ്റിമേറ്റ് ദ വെലോസിറ്റി ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവെൽ t is equal to 2 seconds to t is equal to 3 seconds. ടൈം 2-ൽ നിന്നും 3-ലേക്ക് മാറിയപ്പോൾ ഉണ്ടായ വെലോസിറ്റി എന്താണ് അല്ലെ? അപ്പൊ നമുക്കതൊന്ന് നോക്കാം. അപ്പോ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ദ ടൈം ഇന്റർവെൽ. അപ്പോൾ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതിന് നമുക്ക് x2 മൈനസ് x1 എന്ന് എടുക്കാം അല്ലെ? x2 മൈനസ് x1. സോ നമുക്ക് ആ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1. ഇവിടെ ടൈം 2-ൽ നിന്ന് 3-ലേക്ക് എത്തിയപ്പോഴേക്കും അവിടെ എന്താണ് കറസ്പോണ്ടിങ് പൊസിഷൻ നോക്കിക്കേ. 30-ഉം 10-ഉം ആണ്. സോ വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 30 മൈനസ് 10 ഡിവൈഡഡ് ബൈ 3 മൈനസ് 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20/1. ദാറ്റ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് വെലോസിറ്റി കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അല്ലേ? ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എൻ ഒബ്ജെക്ട് ഇസ് പ്രപ്പോർഷണൽ ടു ടി ക്യൂബ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് ടൈമിനെ ട്രിപ്പിൾ ടൈംസ് ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. ഷോ ദാറ്റ് ഇറ്റ്സ് ആക്സിലറേഷൻ ഇസ് ഇൻക്രീസിംഗ് വിത്ത് ടൈം. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എക്സ് എന്ന് എടുക്കുവാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്രപ്പോർഷണൽ ടു ടി ക്യൂബ് എന്നാ പറയുന്നത് അല്ലെ? നമുക്കറിയാം dx by dt എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വിൽ ഗിവ് യു വെലോസിറ്റി. സോ ഇവിടെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി അല്ലേ? സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ടി ക്യൂബിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? d by dt ഓഫ് എന്ത് വരും? ടി ക്യൂബ്. അതായത് നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി 3t². അതായത് 3 into t² എന്ന് വരും അല്ലെ? 3t² ആണ് നമുക്ക് വെലോസിറ്റി കിട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് ആക്സിലറേഷൻ ഇൻക്രീസ് വിത്ത് ടൈം എന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ വെലോസിറ്റി അറിയാമെങ്കിൽ ആക്സിലറേഷനിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? എഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെ? സോ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? Acceleration. So let's find out acceleration here. അത് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നുകൂടെ വെലോസിറ്റിയുടെ വാല്യൂനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. അതായത് dv by dt ആണ് ആക്സിലറേഷൻ അല്ലെ?
സോ നമുക്ക് എന്ത് ചെയ്യാം, d/dt ഓഫ് ഈ 3t² എന്ന് ചെയ്താൽ മതി. സോ ഇവിടെ 3t² ആണ് നമ്മൾ കൊടുക്കേണ്ട വാല്യൂ. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ കിട്ടുന്നത്, 2 × 3 × t² നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുന്നത്, 2t എന്നാണ് അല്ലേ. അപ്പോൾ 2 ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻറ്റു t. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 6t. അപ്പോൾ അതിനർത്ഥം എന്താ, ആക്സിലറേഷൻ എന്ന് പറയുന്നത് a ഇസ് ഈക്വൽ ടു 6t എന്നാണ്. ഇങ്ങനെ റിലേഷൻ കിട്ടി. അതിനർത്ഥം എന്താ നോക്കിക്കേ, ആക്സിലറേഷൻ ഇസ് ഇൻക്രീസിങ് വിത്ത് ടൈം. സമയത്തിനനുസരിച്ച് ആക്സിലറേഷൻ കൂടുന്നുണ്ട്. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 6 times ടൈം എന്നല്ലേ നമുക്ക് കിട്ടിയത്. സോ ഇവിടെ പറഞ്ഞേക്കുന്ന ഈ ഒരു റിലേഷൻ, ആക്സിലറേഷൻ ഇസ് ഇൻക്രീസിങ് വിത്ത് ടൈം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തല്ലോ. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ എഴുതേണ്ടത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഗ്രാഫ്സ് അല്ലെ. നമുക്ക് ഇവിടെ ഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. ഫിഗർ 1 ഷോസ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് എ റണ്ണർ എ. റണ്ണർ എയുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ് ആദ്യം കൊടുത്തേക്കുന്നത്. ഇനി സെക്കൻഡ് ഗ്രാഫ് എന്താ പറയുന്നത്, ഫിഗർ 2 ഷോസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് റണ്ണർ ബി. റണ്ണർ ബിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് കൊടുത്തിരിക്കുന്നത്. റണ്ണർ എയുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫും റണ്ണർ ബിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫും ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മോഷൻ ദ റണ്ണർ എ ഹാസ്. റണ്ണർ എയുടെ മോഷൻ ഇതിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ, ആക്സിലറേറ്റഡ് മോഷൻ ആൻഡ് ജർക്കിംഗ് മോഷൻ. നമ്മളിവിടെ കണ്ടായിരുന്നു അല്ലേ, റണ്ണർ എ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ നമുക്ക് എന്താ കിട്ടുന്നത്, വെലോസിറ്റിയാണ് കിട്ടാൻ പോകുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിൽ നിന്നും വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് വെലോസിറ്റി അല്ലേ. അപ്പൊ ഈ ഗ്രാഫ് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു ഗ്രാഫിന്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത്, വാട്ട് ഇസ് വെലോസിറ്റി? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ ഫസ്റ്റ് റണ്ണർ എന്ന് പറയുന്നതിന് എന്താ ഉള്ളത്, യൂണിഫോം മോഷൻ ആണ്. ഇറ്റ് ഈസ് ഹാവിങ് യൂണിഫോം മോഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റണ്ണർ ബിക്ക് എന്ത് മോഷനാന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കേ. നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ തന്നിരിക്കുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്, വി വിൽ ഗെറ്റ് ആക്സിലറേഷൻ അല്ലേ. ആക്സിലറേഷൻ ആണ് കിട്ടാൻ പോകുന്നത്. ഈ ഒരു ഗ്രാഫ് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ്, വെലോസിറ്റി എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് ഇവിടെ മാറുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ഇസ് ഇൻക്രീസിങ് വിത്ത് ടൈം. അപ്പൊ അതുകൊണ്ട് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്. ഓക്കെ, സോ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസിംഗ് ദ എബൌട്ട് ടു ഗ്രാഫ്, ഫൈൻഡ് വിച്ച് റണ്ണർ വിൽ വിൻ ദ റേസ് ആൻഡ് വൈ. ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, θ1 is greater than θ2 എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു റണ്ണർ എക്ക് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്, യൂണിഫോം മോഷനിലാണ്. റണ്ണർ ബി എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ആക്സിലറേഷൻ ആണ് അല്ലെ. സോ ഈ ഒരു കേസിൽ വെലോസിറ്റി, റണ്ണർ ബിയുടെ കേസിൽ വെലോസിറ്റി ഇൻക്രീസസ് വിത്ത് ടൈം. ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, വെലോസിറ്റി ഇൻക്രീസസ് വിത്ത് ടൈം. സോ ഇറ്റ് ഈസ് ഹാവിങ് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. അതുകൊണ്ട് തന്നെ റണ്ണർ ബി വിൽ വിൻ ദ റേസ്. ആരാണ് റേസ് ജയിക്കുന്നത്? റണ്ണർ ബി. ബിക്കോസ് വെലോസിറ്റി ഇൻക്രീസസ് വിത്ത് ടൈം. അവിടെ നമുക്ക് എന്ത് പറയാം, ദ റണ്ണർ ഇസ് ഇൻ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ആൻസർ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഇസ് ഗിവൺ. വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിൽ ഇവിടെ നമുക്ക് വൈ ആക്സിസിൽ കാണാം, ടൈം സെക്കൻഡിൽ ഇവിടെ നിങ്ങൾക്ക് എക്സ് ആക്സിസിലും കാണാം അല്ലേ. അപ്പോൾ ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം എ ടു ബി ആണ് ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തത്. ലാസ്റ്റ് ബിയിൽ നിന്നും സി എന്ന് പറഞ്ഞ പോയിന്റിലേക്കാണ് എത്തി ആ ഒരു മോഷൻ അവസാനിപ്പിക്കുന്നത്. സോ നമ്മുടെ സബ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. Which portion of the graph represents uniform retardation? എന്താണ് യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്? സമയത്തിനനുസരിച്ച് ആക്സിലറേഷൻ കുറഞ്ഞു വരിക. നിങ്ങൾ നോക്കിക്കേ, ഒ എ എന്തിനെ കാണിക്കുന്നു? ഇറ്റ് റെപ്രസെന്റ്സ്
പോസിറ്റീവ് ആക്സിലറേഷൻ, അത് ആക്സിലറേഷൻ കൂടിയല്ലേ വരുന്നത് അല്ലേ, വെലോസിറ്റി കൂടിയാ വരുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, അവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് അല്ലേ. ബട്ട് നിങ്ങൾ മൂന്നാമത്തെ കേസ് നോക്കിക്കേ, അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും മൂവ് ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വെലോസിറ്റി ഡിക്രീസസ് ബൈ ടൈം, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഗ്രാഫിൽ നിന്നും. സോ ഇതിന് എന്ത് ക്ലിയർ ആയി? ബി സി റെപ്രസെന്റ്സ് യൂണിഫോം റിട്ടാർഡേഷൻ. ക്ലിയർ ആണല്ലോ? ആ ഡൗൺവേർഡ് വന്നിരിക്കുന്ന പോർഷൻ നിങ്ങൾ നോക്കിയാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടൈം 2 സെക്കൻഡ് ടു 7 സെക്കൻഡ്. 2 സെക്കൻഡിൽ നിന്നും 7 സെക്കൻഡിലേക്ക് എത്തിയപ്പോ എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? എന്ത് ചെയ്താൽ മതി? ആ ഒരു ഷെയ്ഡ് റീജിയൻ എടുക്കുക അല്ലെ, ആ ഒരു റീജിയൻ മാത്രം കൺസിഡർ ചെയ്യുക. സോ ഇവിടെ നമ്മുടെ ഷെയ്ഡ് റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഇറ്റ് ഈസ് എ റെക്ടാംഗിൾ. സോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഏരിയ ഓഫ് ദിസ് റെക്ടാംഗിൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. സോ ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ഷെയ്ഡ് റീജിയൻ, അതായത് ഏരിയ ഓഫ് റെക്ടാംഗിൾ എന്ന് എഴുതാം. അത് നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. അപ്പൊ ഇവിടെ ലെങ്ത്തിന്റെയും ബ്രെഡ്ത്തിന്റെയും വാല്യൂസ് വേണം. നോക്കിക്കേ, 2ൽ നിന്ന് 7ലേക്ക് എത്തിയപ്പോൾ ലെങ്ത് 5 ആണ് അല്ലേ. അതുപോലെ നമുക്ക് 0ൽ നിന്ന് 6ലേക്ക് എത്തിയപ്പോൾ എന്താണ്? ബ്രെഡ്ത്ത് 6 ആണ്. സോ എന്താ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? വി ഹാവ് ടു മൾട്ടിപ്ലൈ 5 and 6. So you will get the answer. Displacement എന്ന് പറയുന്നത് എന്താണ്? ടൈം 2 സെക്കൻഡിൽ നിന്ന് 7 സെക്കൻഡിലേക്ക് എത്തിയപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് is said to be 30 meters. മനസ്സിലായില്ലേ? നോക്കാം. A stone is dropped from a height h. അതേ ക്വസ്റ്റ്യന് തന്നെ തേർഡ് സബ് പാർട്ട് ആണ് കേട്ടോ. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? Arrive at an expression for the time taken to reach the ground. അപ്പോൾ ഒരു കല്ല് നമ്മൾ ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇടുവാണ്. ആ ഒരു സമയത്ത് എത്ര സമയം കൊണ്ടായിരിക്കും ആ ഒരു സ്റ്റോൺ താഴെ എത്തുന്നത്? അപ്പൊ നമ്മൾക്ക് എന്താ വേണ്ടത്? ടൈമാണ് പിടിക്കാൻ പോകുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യേണ്ടത് എന്തൊക്കെയാന്ന് നോക്കിക്കേ. ഇവിടെ ഹൈറ്റ് എസ് എന്ന് പറയുന്നത് നമ്മൾ എച്ച് ആയിട്ട് എടുക്കണം. അതുപോലെ ആക്സിലറേഷൻ നമ്മൾ ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് ജി ആയിട്ട് എടുക്കുക. എയുടെ വാല്യൂ ജി ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഒബ്ജക്റ്റ് മേളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എസ് എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എടുക്കാം. എസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. അപ്പൊ ഇവിടെ എസിന് പകരം നമ്മൾ എച്ച് എന്ന് എടുത്തു. ഇവിടെ യു നമുക്കറിയാം അല്ലെ, അത് 0 ആയതുകൊണ്ട് തന്നെ നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഹാഫ് ജി ടി സ്ക്വയർ മാത്രം എടുത്താൽ മതി. ജി ഇൻറ്റു ടി സ്ക്വയർ. ഇതിലെ ജി ടി സ്ക്വയർ മാത്രം ഒരു സൈഡിൽ നിർത്തുവാണെങ്കിൽ എന്ത് കിട്ടും? ജി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2h എന്ന് കിട്ടും. ടി സ്ക്വയർ ആവുമ്പോഴേക്കും എന്താവും? 2h/g എന്നാവും. നമുക്ക് വേണ്ടത് ടൈമിന്റെ ഇക്വേഷൻ ആണ്. അവിടെ ടൈമിന്റെ സ്ക്വയർ കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് വരും? ഫൈനൽ ആൻസർ ടി ഇസ് ഈക്വൽ ടു, സ്ക്വയർ അറിയാമെങ്കിൽ സിംഗിൾ വാല്യൂ ഇരിക്കാൻ വേണ്ടി റൂട്ട് എടുത്താൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 2h/g. So the time taken by the stone to reach the ground കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ഇക്വേഷൻ എടുക്കുക? റൂട്ട് ഓഫ് 2h/g, where h is the height അല്ലേ. അതായത് ഗ്രൗണ്ടിൽ നിന്നും എത്രമാത്രം ഹൈറ്റിലാണ് ആ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നത്. അതുപോലെ ജി എന്തിനെ കാണിക്കുന്നു? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ രണ്ട് വാല്യൂസ് മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് ടൈം കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An object released near the surface of the earth is said to be in free fall. Neglect the air resistance. നമ്മുടെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഇതാണ്. ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം ദ ക്ലൂസ് ഗിവൺ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഫ്രീ ഫോൾ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ആക്സിലറേറ്റഡ് മോഷൻ. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. യൂണിഫോംലി, നോൺ യൂണിഫോംലി. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇഫ് എൻ ഒബ്ജക്റ്റ് ഇസ് ഇൻ ഫ്രീ ഫോൾ, അവിടെ എന്താണ്? യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണെന്ന് അല്ലേ. സോ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആൻസർ എന്താണ്? യൂണിഫോംലി എന്നുള്ളതാണ് അല്ലേ. സോ ആ ഡാഷിന് അവിടെ എന്ത് ചെയ്യണം? യൂണിഫോംലി. സോ ഫ്രീ ഫോൾ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഓക്കെ അല്ലേ? അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആണിത്. ദ ഇൻകംപ്ലീറ്റ് ടേബിൾ ഷോസ് the velocity v of a freely falling object in a time interval of 1 second. അവിടെ പറയുന്നുണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 10 meter per second ആണെന്ന് കൺസിഡർ ചെയ്യാനായിട്ട്.
സോ ഇവിടെ നമുക്ക് രണ്ട് വെലോസിറ്റിയുടെ വാല്യൂ കൊടുത്തിട്ടില്ല. നമ്മൾ ഇതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ രണ്ട് വെലോസിറ്റി വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് ഇവിടെ ആക്സിലറേഷന്റെ വാല്യൂ 10 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. നമുക്കൊരു ഇക്വേഷൻ അറിയാലോ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലേ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം. സോ ഇവിടെ നമുക്ക് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് ചെയ്താൽ മതി? ആക്സിലറേഷൻ ഇൻറ്റു ടൈം ചെയ്യുക. സോ ഇവിടെ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വെലോസിറ്റിയുടെ ടൈം എത്രയാ? 1 ആണ്. ആൻഡ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് 10 ആണ്. സോ വാട്ട് വിൽ ബി ദ കറസ്പോണ്ടിങ് വെലോസിറ്റി? യെസ്, നമ്മൾ എന്ത് ചെയ്യണം? 10 into 1 ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 10 meter per second. രണ്ടാമത് നോക്കിക്കേ, ടൈം 2 സെക്കൻഡ് വരുമ്പോൾ എന്തായിരിക്കും വെലോസിറ്റി? അവിടെയും ആക്സിലറേഷൻ മാറില്ല, 10 തന്നെയാണ് അല്ലേ. സോ 10 into 2, അവിടെ നമ്മുടെ കിട്ടാൻ പോകുന്ന ആൻസർ 20. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ നോക്കിക്കേ, ഓരോ 1 സെക്കൻഡ് കഴിയുമ്പോഴും 10 meter per second ആണ് എന്ത്? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ്. നമ്മൾ ഈ തന്നേക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് വെലോസിറ്റി ടൈം ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കിയാലോ. സോ വെലോസിറ്റി ടൈം ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സ് ആക്സിസിൽ ടൈം എടുക്കുന്നു, അത് സെക്കൻഡിലായിരിക്കും. ഓൺ ദ വൈ ആക്സിസ് വിൽ ബി ഹാവിംഗ് വെലോസിറ്റി. ഇനി നമ്മൾ അത് എങ്ങനെയായിരിക്കും എടുക്കുന്നത്? മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും അല്ലേ. ഇനി നമുക്ക് അവിടുത്തെ വാല്യൂസ് ഒന്ന് നോക്കണം. എന്തൊക്കെയാണ് വാല്യൂസ്? 0 to 5 ആണ് ടൈം. വെലോസിറ്റി 0 to 50. സോ ലെറ്റ്സ് മാർക്ക് ഇറ്റ്. 0, then 1, 2, 3, 4, 5. നിങ്ങൾ ചെയ്യുമ്പോൾ സ്കെയിൽ വെച്ച് കൃത്യമായിട്ട് മെഷർ ചെയ്തെടുക്കണം കേട്ടോ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കുന്നത് എത്രയാണ്? 10, then 20, 30, 40 and 50. സോ ടൈം 0 വരുമ്പോൾ 0 തന്നെ. 1 സെക്കൻഡ് ആയപ്പോഴേക്കും 10 ആയി അതിൻ്റെ വെലോസിറ്റി. ടൈം 2 സെക്കൻഡ് വരുമ്പോൾ 20, 3 സെക്കൻഡ് വന്നപ്പോൾ 30, 4 വന്നപ്പോൾ 40, 5 സെക്കൻഡ് ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 50 എന്ന് കിട്ടി. സോ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരുന്നത്? ഇത് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി അതിൻ്റെ ഒരു തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡാഷ്. ഇപ്പം നമുക്കൊരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവൽ അറിയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 തൊട്ട് 4 വരെയുള്ള സെക്കൻഡിലുള്ള ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഏരിയ നമുക്ക് എന്ത് തരും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് നോക്കിയിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് അതിൻ്റെ ഏരിയ നമുക്ക് എന്തായിരിക്കും തരാൻ പോകുന്നത്? യെസ്, ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും അല്ലേ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഗ്രാഫും കാര്യങ്ങളും ആ ഡെറിവേഷൻ എല്ലാം കണ്ടതാണ്. സോ എന്താണ് ആൻസർ? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഒരു സംശയമില്ലാതെ നമുക്ക് എഴുതാം, ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ ആയിരിക്കും. അതായത് ഇപ്പൊ 2-ൽ നിന്ന് 4 സെക്കൻഡിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തുമാത്രം സ്ഥാനാന്തരമാണ് ആ ഒരു വസ്തുവിനുണ്ട്. അതായത് ഇനീഷ്യൽ പോയിന്റ് 2 സെക്കൻഡിൽ നിന്നും 4 സെക്കൻഡ് ആയിട്ടുള്ള ഫൈനൽ പൊസിഷനിലേക്ക് എത്തിയപ്പോൾ എന്തുമാത്രം ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ വാല്യൂ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. സോ ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ അല്ലേ? മൂവിംഗ് ടു ദ ഫൈനൽ ക്വസ്റ്റ്യൻ. A particle is moving along a straight line and its position is given by the relation x is equal to t cube minus 6t square minus 15t plus 4t and its unit is given as meter. Okay? നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ടൈം അറ്റ് വിച്ച് വെലോസിറ്റി ഈസ് 0. വെലോസിറ്റി 0 ആയിരിക്കുമ്പോഴുള്ള ടൈം എത്രയാണ്? B, position and displacement of a particle at that point. അതുപോലെ ആക്സിലറേഷൻ. ഇത് മൂന്നുമാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമുക്ക് എക്സ് തന്നിട്ടുണ്ട്, അത് നമുക്ക് ഓർത്തിരിക്കണം. ആദ്യമേ ടൈം അറ്റ് വിച്ച് വെലോസിറ്റി 0 വരുന്നത് നമുക്കൊന്ന് നോക്കാം. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ എക്സ് ഒന്ന് എടുത്തെഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ടി ക്യൂബ് മൈനസ് 6t സ്ക്വയർ minus 15t plus 40. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. സോ ഇതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി എന്ന് പറയുന്നത് dx/dt ആണ്. dx/dt, അതായത് ഇതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കണം. ഡെറിവേറ്റീവ് എടുക്കാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 3t സ്ക്വയർ മൈനസ് 12t
-15. ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. സോ ഇതായിരിക്കും നമ്മുടെ വെലോസിറ്റിയുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വെലോസിറ്റി അറിയാമെങ്കിൽ ടൈമിനനുസരിച്ച് വെലോസിറ്റി മാറുമ്പോൾ നമുക്ക് എന്തിന്റെ ആൻസർ കിട്ടും? ആക്സിലറേഷൻ കിട്ടും അല്ലേ? സോ നമുക്ക് എന്തായിരിക്കും ആക്സിലറേഷന്റെ ഇക്വേഷൻ നോക്കാം. ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു, ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? dv/dt, വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ്. നമുക്ക് ഈ കിട്ടിയേക്കുന്ന ആൻസർ ഒന്നുകൂടി എന്ത് ചെയ്താൽ മതി? ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 3 × 2t എന്ന് പറയുമ്പോൾ എന്താ? 60 - 12. അപ്പൊ ഇതാണ് ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? ടൈം അറ്റ് വിച്ച് വെലോസിറ്റി 0. വെലോസിറ്റി 0 വരുന്ന ടൈം എന്താണ്? അപ്പൊ ഈ വെലോസിറ്റി ഇക്വേഷനെ കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ? അതായത് 3t², അതായത് ടൈമാണ് പിടിക്കാൻ പോകുന്നത്. അവിടെ എന്തായിരിക്കും? വെലോസിറ്റി 0 ആയിരിക്കും. ഏത് ടൈമിൽ ഇരിക്കുമ്പോഴാണ് വെലോസിറ്റി 0 എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ വെലോസിറ്റിയുടെ ആൻസർ 0 എന്ന് സങ്കല്പിക്കുക അല്ലേ? 3t², the time at which velocity is 0. 3t² - 12t - 15 is equal to 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ ആദ്യമേ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ ഇതിലെ കോമൺ ടേം ആയിട്ടുള്ള 3 വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാതെ. അപ്പൊ എന്ത് കിട്ടും? t² - 4t - 5 is equal to 0 എന്ന് കിട്ടും അല്ലേ? അപ്പൊ ഇതിന്റെ പല മെത്തേഡ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാം? ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചോ അല്ലെങ്കിൽ മറ്റ് മെത്തേഡ്സ് വെച്ച് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇതിന്റെ വാല്യൂസ്, റൂട്ട്സ് നമുക്ക് കണ്ടുപിടിക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? ടി എന്ന് പറയുന്നത്, ടിയുടെ വാല്യൂ നമുക്ക് 5 എന്നും, we will get the value of t as 5 and -1. ഒന്നില്ലെങ്കിൽ +5 അല്ലെങ്കിൽ -1. ഒരിക്കലും ടൈം നമ്മൾ നെഗറ്റീവിൽ പറയില്ല അല്ലേ? സോ നമുക്ക് എന്തെടുത്താൽ മതി? ടൈം വിൽ ബി ഈക്വൽ ടു 5 സെക്കൻഡ് എന്ന് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് എടുക്കാം. എന്തുകൊണ്ടാണ് -1 എടുക്കാത്തത്? ടൈം ഒരിക്കലും നെഗറ്റീവിൽ വരില്ല. നമുക്ക് സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പൊസിഷൻ അറ്റ് t is equal to 5 സെക്കൻഡ്. ടൈം 5 സെക്കൻഡിൽ ഇരിക്കുമ്പോൾ ഉള്ള പൊസിഷന് നമുക്ക് ഇക്വേഷൻ അറിയാലോ. അപ്പൊ ടിയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 5 ഇക്വേറ്റ് ചെയ്താൽ പോരെ? സോ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യണം. അവിടെ x is equal to t³ - 6t² - 15t + 40. അങ്ങനെയാണെങ്കിൽ ഈ ടൈമിന് 5 സെക്കൻഡ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് x കിട്ടുന്നതെന്നല്ലേ? സോ അറ്റ് t is equal to 5 സെക്കൻഡ്, ആ സമയത്ത് വരുന്ന പൊസിഷൻ x is equal to എന്തായിരിക്കും? ഇവിടെ നമ്മൾ 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5³ - 6 × 5² - 15 × 5 + 40. നമ്മളിത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് -60 മീറ്റർ. ഓക്കെ, അടുത്തത് പൊസിഷൻ അറ്റ് t is equal to 0 സെക്കൻഡ്. അപ്പോൾ ടൈം 0 വരുന്ന സമയത്ത് 0 സെക്കൻഡിൽ എന്താണ് നമ്മുടെ പൊസിഷൻ? എക്സ് എന്താണ്? ഈസി ആയിട്ട് കണ്ടുപിടിക്കുക അല്ലേ? ഇക്വേഷനിലേക്ക് ടിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേമിൽ എല്ലാം ടി ഉള്ളത്, അതെല്ലാം 0 ആയി പോകും. ബാക്കി ആ കോൺസ്റ്റന്റ് ടേമല്ലേ ഉണ്ടാവുള്ളൂ. സോ വാട്ട് വിൽ ബി എക്സ്? എക്സ് വിൽ ബി 40 മീറ്റർ. കിട്ടി. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ പൊസിഷൻ ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയത് x1 ഇത് x2 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ചേഞ്ച് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ ഇത് x1 ഇത് x2 ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് x is equal to x2 - x1, അതായത് 40 - -60, അതായത് +60 എന്നാവും അവിടെ. സോ യു വിൽ ഗെറ്റ്, എന്താണ് അവിടെ കിട്ടാൻ പോകുന്നത്? യു വിൽ ഗെറ്റ് ദ പൊസിഷൻ ആസ് 100. അതായത് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എന്ത് കിട്ടും? 100 മീറ്റേഴ്സ് എന്നാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷനിലേക്ക് എത്താനായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തപ്പോൾ ആക്സിലറേഷൻ്റെ ഒരു ഇക്വേഷൻ കിട്ടിയായിരുന്നു അല്ലേ? എന്താണ്? 6t - 12 എന്ന് കിട്ടി. സോ അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്താണ്? ആക്സിലറേഷൻ ഇസ് ഈക്വൽ, അതായത് dv/dt എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? 6t - 12. 6t - 12. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ അറ്റ് t is equal to 5 സെക്കൻഡ് കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ അറ്റ് t is equal to 5 സെക്കൻഡ് എന്തായിരിക്കും?
ടിയുടെ സ്ഥാനത്ത് 5 കൊടുക്കുക. 6 × 5 -12. അപ്പൊ 30 - 12 നമുക്ക് എന്ത് കിട്ടും? 18 m/s² ആണ് ആക്സലറേഷൻ കിട്ടാൻ പോകുന്നത്. ക്ലിയർ ആണോ ഈ പ്രോബ്ലം? അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മോഷൻ ഇൻ 1 ഡയമെൻഷൻ എന്ന ചാപ്റ്ററിലെ തിയറി പാർട്ടും ന്യൂമറിക്കൽസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് അല്ലേ? നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും മനസ്സിലായോ? നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിച്ചത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡീറ്റെയിൽസിലെല്ലാം നമ്മൾ കണ്ടല്ലേ? അതുപോലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ കണ്ടു. ഈ ചാപ്റ്ററിൽ ഓരോ കൺസെപ്റ്റും വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാപ്റ്ററിൽ ഗ്രാഫായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടായിരുന്നു. സോ നന്നായിട്ട് ഈ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.